PS-നെ കണ്ടിറങ്ങി വന്നതിന് ശേഷമുള്ള ഓരോരുത്തരും ഈ പറയാൻ നൂറ് കഥകളുണ്ടാകും ഓരോരുത്തർക്കും. അതാണ് ഈ ജനനായകൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇപ്പം ഒരാളിൽ ഓരോരുത്തരിലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആ ഒരു അറിഞ്ഞ നിമിഷം മുതൽ അങ്ങനത്തെ ഒരവസ്ഥയാണ്. നമ്മുടെ വീട്ടിൽ അങ്ങാണ് എന്ന് ചോദിച്ച് അങ്ങാണ്. എന്താണെന്ന് വെച്ചാൽ എല്ലാമാണ്, ഞങ്ങളുടെ എല്ലാമാണ്. പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിൽ നിന്ന് ഇങ്ങനൊരു നേതാവ് വന്ന് ആ നേതാവ് ഈ നിലയിലെത്തിയതിൽ നമുക്ക് അഭിമാനം കൊണ്ട് ഞാൻ അതിൻ്റെ വികാരം ഏത് തരത്തിൽ പ്രകടിപ്പിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സേതു ഇങ്ങനെ വളരെ വൈകാരികമായിട്ടുള്ള കാഴ്ചകൾ കൂടി ഉണ്ട്. സ്കൂൾ കാലം മുതൽ SFI സ്ഥാനാർത്ഥി, അതായത് എനിക്ക് പാർട്ടി അല്ലാതെ ഒന്നുമില്ല. അതിൽ ഞങ്ങളുടെ ദൈവമാണ്. ആ രീതിയിൽ ഉള്ളൊരു വ്യക്തിയാണ്. താങ്ങാൻ കഴിയുന്നില്ല. അതിലപ്പുറം ഒന്നും പറയാനില്ല. തിരുവനന്തപുരം തന്നെയാണ്. സർക്കാർ സർവീസ് ജനറൽ ഓഫീസർ വിദ്യാഭ്യാസ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു. 5ാം ക്ലാസ് മുതൽ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. അതില്ലെന്നില്ല, ഉണ്ട്. VS-ന്റെ തുടർച്ച വരണം. VS-ന്റെ തുടർച്ച വന്നാലേ പാർട്ടി ഉള്ളൂ. വരണം. ശരിയെന്ന് പറയാൻ ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങളാണ്. അർജുൻ, നമ്മളിപ്പോൾ ആ വീട്ടിൽ നിന്നും കാണുന്ന കാഴ്ചകൾ, അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ AKG സെൻ്ററിൽ നിന്ന് കണ്ട കാഴ്ചകൾ, അതല്ലെങ്കിൽ ആ SUT ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പുറത്തെടുത്തപ്പോൾ മുതൽ കാണുന്ന കാഴ്ചകൾ, അതാണ് VS ഓരോ മനുഷ്യരെയും എത്രമേൽ സ്വാധീനിച്ചിരുന്നു എന്നുള്ളത്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ച അവർ പറഞ്ഞതുപോലെ ഇപ്പോൾ VS വീട്ടിലെ അംഗമാണോ എന്ന് ചോദിച്ചാൽ വീട്ടിലെ അംഗമല്ല. പക്ഷേ VS നമ്മുടെയൊക്കെ ആരൊക്കെയോ ആണ്. നമ്മുടെയൊക്കെ കണ്ണിൽ, നമ്മുടെയൊക്കെ ഹൃദയത്തിൽ VS നമ്മുടെ ബന്ധുവാണ്, നമ്മുടെ വീട്ടിലെ അംഗമാണ്. അതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ മറ്റൊരു ജനതയെ എത്രമേൽ സ്വാധീനിക്കുന്നു എന്നതിനുള്ള തെളിവ്. അതാണ് സേതു, ഓരോരുത്തരും ഓരോ അനുഭവങ്ങൾ, VS അവരുടെ ആവശ്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ പറഞ്ഞ് ഏറെ വൈകാരികമാകുന്നതാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഇറങ്ങി വരുന്ന ഓരോ മനുഷ്യരും കണ്ണ് കലങ്ങി കരഞ്ഞ് അങ്ങനെ പുറത്തേക്ക് വരുന്നതാണ് കാണുന്നത്. നമ്മൾ സംസാരിക്കുന്ന എല്ലാ മനുഷ്യരും VS-നെ കുറിച്ച് പറഞ്ഞ് സങ്കടപ്പെടുന്നതാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. അല്പസമയം കൂടിയാണ് ഈ വീട്ടിൽ മൃതദേഹം ഉണ്ടാവുക. അവിടെ നിന്ന് പോകുന്നതിന് മുൻപ് VS-നെ കാണാൻ വേണ്ടി ഈ വീട്ടിലേക്ക് വരികയാണ് ഇങ്ങനെ ആളുകൾ. ഏറെ വൈകാരികമായി ആളുകൾ VS-നെ കാണുന്നു, സങ്കടപ്പെട്ട് ഇറങ്ങി വരുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇങ്ങനെ ആൾക്കൂട്ടം ഇവിടെ വീട്ടിലേക്ക് പ്രതീക്ഷിച്ചതല്ല. കാരണം നേരത്തെ മന്ത്രിയൊക്കെ പറഞ്ഞിരുന്നു, മന്ത്രി സജി ചെറിയാൻ പോലും പറഞ്ഞത് നാളെ പൊതുദർശനം വെക്കുകയാണെങ്കിൽ പോലും പോലീസ് മൈതാനിയിലേക്ക് ആളുകൾ വരണം. വീട്ടിലാണെങ്കിലും ജില്ലാ കമ്മിറ്റി ഓഫീസിലാണെങ്കിലും അതിന് വേണ്ട സൗകര്യങ്ങളില്ല, അത്രയും ആളുകൾ ഉൾക്കൊള്ളാനുള്ള സ്ഥലമില്ല. അതുകൊണ്ട് പോലീസ് മൈതാനിയിലേക്ക് വരുന്നതായിരിക്കും നല്ലതെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് മന്ത്രി. പക്ഷേ അതൊക്കെ എങ്ങനെയെങ്കിലും ഈ പറയുന്ന ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടൊക്കെ നടക്കുമോ എന്നുള്ളതൊക്കെ നമ്മൾക്കൊക്കെ സംശയമാണ്. കാരണം അത്രയും ആൾക്കൂട്ടം ഈ വീട്ടിലേക്ക് ഇങ്ങനെ ഇരച്ചെത്തുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും
ആ വീട്ടിലും അതിനുശേഷം ജില്ലാ കമ്മിറ്റിയിലും ഒക്കെ നാളെ പൊതുദർശനം നടക്കുന്ന സമയത്തുണ്ടാകുന്ന ആൾക്കൂട്ടം എത്ര വലുതായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പോലും കഴിയില്ല. അങ്ങനെ ആളുകൾ വരികയാണിപ്പോൾ വി എസിൻ്റെ വീട്ടിലേക്ക്. അത്രയും ആൾക്കൂട്ടത്തെ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയും. വി എസിൻ്റെ വീട്ടിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അവിടെ പൊതുദർശനമില്ല എങ്കിൽ പോലും നോക്കൂ, അവിടെ എന്തുമാത്രം ആളുകളാണ് അദ്ദേഹത്തെ കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. രാഷ്ട്രീയ നേതാക്കൾക്കപ്പുറം സാധാരണക്കാരായ ഓരോരുത്തരും വന്ന് അദ്ദേഹത്തെക്കുറിച്ച് എന്തൊക്കെ പറയുന്നു എന്നുള്ളത്. അവർ ഈ തേങ്ങലടിച്ച് കരയണമെങ്കിൽ അവരുടെയൊക്കെ ജീവിതത്തിൽ വി എസ് എത്രമേൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ വി എസ് വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നമ്മളെ രൂപപ്പെടുത്തുന്നതിൽ, നമ്മളിലെ ചിന്താശേഷി വർദ്ധിപ്പിക്കുന്നതിൽ, നമ്മളിലെ രാഷ്ട്രീയം ഉണ്ടാക്കുന്നതിലൊക്കെ വി എസ് ചെലുത്തിയിരിക്കുന്ന സ്വാധീനം അത് ഒട്ടും ചെറുതല്ല. കാരണം സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിച്ച് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി സാധാരണക്കാരിൽ സാധാരണക്കാരായാണ് എന്നും വി എസ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്.